Tonight we will read Psalms 51:10. Hallelujah. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുകയും സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. Hallelujah. Create in me a clean heart, O God, and renew a right spirit within me. Hallelujah. A steady spiritual life. Yesterday, Lord has revealed to us, we are leading a spiritual life. നമ്മൾ ആത്മീയ നയിക്കുന്നവരാണ്. പക്ഷെ സ്ഥിരമായ ഒരു ആത്മീയ അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. What is the meaning? There is no steady spiritual life എന്ന് ചോദിച്ചാൽ, I am leading a spiritual life according to my will. എന്റെ ഇഷ്ടപ്രകാരം ഒരു നയിക്കുന്ന ആത്മീയ ജീവിതമാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ പരാജയം. What is a steady spiritual life? It's a spiritual life I am leading according to God's will. ദൈവത്തിന്റെ ഹിതപ്രകാരം നയിക്കപ്പെടുന്ന ആത്മീയ ജീവിതമാണ്. ദൈവത്തിന് മഹത്വം. ആമേൻ. സ്ഥിരമായ ഒരു ആത്മീയ അനുഭവം എന്നിൽ പകരുവാൻ ഇടയായി തീരുന്നത്. അതിൽ നമ്മളെ തടയുന്ന ശക്തികൾ എന്തൊക്കെയാണ്? What are the obstacles we are facing to lead a steady spiritual life? ഇന്നലെ കർത്താവ് ഓർപ്പിച്ചു, പാപമാണ് നമ്മെ ഒരു സ്ഥിരമായൊരു അല്ലെങ്കിൽ സ്റ്റഡി ആയ ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നു. രണ്ട് സിൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ സിൻ, എ സിൻ ഇൻ ഫ്ലഷ്. ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് അത് സ്വീകാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു കം ഔട്ട് ഫ്രം ദ സിൻസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ഫ്ലഷ്. ജഡത്തിൽ ചെയ്യുന്ന സകല പാപത്തിൽ നിന്നും പുറത്തു വരുവാൻ എളുപ്പമാണ്. വചനം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ ക്രിസ്തു ശക്തിമാനാകുന്നു. അവൻ വിശ്വസ്തനാകുന്നു. If you confess your sins in flesh, he will cleanse you from all the sins what you are doing in flesh. But the problem is the sins you are doing in spirit. Your sins against Holy Spirit. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഭൂമിയിൽ ക്ഷമിക്കുകയില്ല, സ്വർഗത്തിലും ക്ഷമിക്കുകയില്ല. What is the sin against Holy Spirit? Knowing that the will of God and not leading a spiritual life according to the will of God. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നതാണ് തിരിച്ചറിഞ്ഞിട്ടും അത് തിരിച്ചറിയാത്തവരെ പോലെ മത്സരിയായി നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. Praise the Lord. Hallelujah. God is revealing you what is his will. ദൈവം നിന്നെ അറിയിക്കുകയാണ്, എന്റെ ആഗ്രഹം ഇതാണ്. Amen. We realize the will and we rebel against God. ഞാൻ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ അനുസരണം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ദൈവം ചെയ്യുവാൻ കഴിവില്ല, ചെയ്യാത്തവനായി ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇവിടെ ക്ഷമിക്കുകയില്ല, സ്വർഗത്തിലും ക്ഷമിക്കുകയില്ല. എന്ത് ചെയ്യണം നമ്മൾ? We shall realize the sin. തിരിച്ചറിയണം എന്റെ പാപം. രണ്ടാമത് പറഞ്ഞു, you have to accept your sin. നീ അംഗീകരിക്കണം എന്റെ പാപം. സ്തോത്രം. മൂന്നാമത് പറഞ്ഞു, be ready to rectify your sin. എന്റെ പാപം, ആത്മാവിലുള്ള പാപം തിരുത്തണമെന്ന് തീരുമാനമെടുക്കണം. ഇത് മൂന്നും സംഭവിക്കാമെങ്കിൽ സ്ഥിരമായ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മേൽ പകരും. സ്തോത്രം. ഇതാണ് കഴിഞ്ഞ രാത്രിയിൽ, ലാസ്റ്റ് നൈറ്റ്, this was the message God has given to you. Hallelujah. ഈ ഉപവാസത്തിൽ നമ്മളിൽ വരേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, be ready to rectify. തിരുത്തുവാൻ മനസ്സുള്ളവരായി മാറുക. Be ready to rectify. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അടുത്ത ഒബ്സ്റ്റക്കിൾ എന്തെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. Tonight God is going to reveal the next obstacle which is not enabling you to lead a steady spiritual life. Amen. നിത്യമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ വണ്ണം
നമ്മെ തടയുന്ന എന്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് വായിക്കാം Psalms 51:12. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവ് എനിക്ക് നൽകണമേ, അല്ലെങ്കിൽ എന്നിൽ പകർന്നെന്നെ താങ്ങണമേ. Restore to me the joy of your Salvation. And uphold me with a willing spirit. Uphold me with a willing. എന്താണ് willing? I am ready to do God's will. That is called obedience. എന്താണ് ഇതിന്റെ അർത്ഥം? അനുസരണം. We need the spirit of obedience. Praise the Lord. നമ്മുടെ എല്ലാ വീട്ടിലും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? Why? We know that our children will disobey. സ്തോത്രം. അപ്പൊ നമ്മുടെ രക്തത്തിൽ എന്താ അരിഞ്ഞിരിക്കുന്നത്? In our blood we are holding a power of disobedience. Lord, take me out from the disobedience and provide me a willing spirit. അനുസരണമുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പകരണമേ. Praise the Lord. Praise the Lord. There are pastors in the church, center pastors in the church, overseers in the church. You are not obeying them. You are obeying your heavenly Father. Hallelujah. സ്തോത്രം. സ്തോത്രം. എന്താണ് നമുക്കില്ലാത്തത്? Obeying spirit ഇല്ല. ചിലർ they will disobey. There are other people, they will obey what they like. They will disobey what they don't like. But here unconditionally David is praying, Lord, if it is good for me, if it is bad for me, I need a willing spirit, a obedient spirit. അനുസരിക്കുന്ന ഒരു ആത്മാവിനെ എന്റെ മേൽ പകരണം. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ കുഞ്ഞുങ്ങള്, your children is getting all A+. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴാണ് നാട്ടിൽ ഫ്ലക്സ് അടിക്കും, സ്റ്റാറ്റസ് ഇടും. എന്തിനു വേണ്ടിയാ? We want to publish the achievement which happened in my family. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലക്സ് അടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെ കുറിച്ചൊരു സ്റ്റാറ്റസ് ആണ് ദൈവം ആഗ്രഹിക്കുക. Praise God. Hallelujah. When you are putting the status, when you are putting a flex, your children, your family will be famous in the society. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും സമൂഹത്തിൽ പ്രസിദ്ധരായി മാറും. അങ്ങനെയാണെങ്കിൽ Lord want to do the same thing in your life. അതിനെന്ത് വേണമെന്നറിയാമോ? Romans 16:19. റോമാലേഖനം 16-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. നിങ്ങളുടെ അനുസരണം, For your obedience is known to all. Your obedience shall be known to all. അത് പ്രസിദ്ധമാക്കണം. ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രസംഗം പ്രസിദ്ധമാക്കാനല്ല, നിങ്ങളുടെ ഹീലിംഗ് മിനിസ്ട്രി പ്രസിദ്ധമാക്കാനല്ല, നിങ്ങളുടെ ചർച്ചിനെ പ്രസിദ്ധമാക്കാനല്ല, നിങ്ങളുടെ കഴിവിനെ പ്രസിദ്ധമാക്കാനല്ല. Lord want to make everyone to know my child obedience. എന്റെ കുഞ്ഞിന്റെ അനുസരണം ദൈവത്തിൽ നിന്ന് പ്രസിദ്ധമാക്കും. ദൈവം ഇന്ന് വരെ നമ്മൾ ദൈവത്തിന് ഒരു അവസരം കൊടുത്തിട്ടില്ല. Praise the Lord. Hallelujah. He want to make you to know to everyone how my child is having an obedience, but till now we have not given a chance to God. Praise the Lord. Hallelujah. The main thing, obstacle to be filled with the Holy Spirit, you are holding a rebellion spirit. You are holding a disobeying spirit. Tonight you pray, same like David,
I need a willing spirit. I need an obedient spirit. I want to obey my father's commandment. അപ്പൻ പറഞ്ഞതെല്ലാം അനുസരിക്കണം. നമ്മുടെ പ്രശ്നം, വാട്ട്സ് അവർ പ്രോബ്ലം? വി നോ ദാറ്റ് രക്ഷയേറ്റ് പറയാൻ എനിക്കറിയാം, സ്നാനപ്പെടണം എനിക്കറിയാം. ആമേൻ ആമേൻ. ദൈവം പല കാര്യങ്ങളും പറഞ്ഞു, ഐ നോ എവരിതിങ്, ബട്ട് ഐ ആം ക്ലോസിംഗ് മൈ eyes saying that all world is dark. Praise the Lord. Because I don't want to obey. I don't like to obey. Amen. You will not be filled with the Holy Spirit and you cannot lead a steady spiritual life. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Because we all are disobeying. നമ്മൾ എപ്പോഴും പറയത്തില്ല, നമ്മുടെ സങ്കടം ആരോടെങ്കിലും എന്ത് ചെയ്യണം? We want to share our problems. There should be somebody to share my problems, my depression. നമ്മുടെ ആഗ്രഹമല്ലേ എനിക്കൊരാൾ വേണം. God is looking everywhere. He is not finding anyone to share his concern. എന്താണ് അവന്റെ കൺസേൺ? യെശയ്യാ ചാപ്റ്റർ 1:2. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, മനുഷ്യരെ കേൾക്കാനല്ല, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഒറ്റ മനുഷ്യരോട് പറഞ്ഞില്ല. He didn't share to anyone. Can you read? Hear, O heavens, Hear, O heavens, and give ear, O earth. hear, O earth. He didn't share any concern with any man because everyone is having a disobedient nature. They are the disobedient spirit. അതുകൊണ്ട് പറഞ്ഞ, ആകാശമേ നീ കേൾക്ക് എന്റെ സങ്കടം, ഭൂമിയെ നീ കേൾക്ക് എന്റെ സങ്കടം. എന്താണെന്നറിയാമോ? വായിച്ചു. ഞാൻ മക്കളെ പോലെ ഇവരെ വളർത്തി, അവരാണ് ഇന്ന് എന്നോട് മത്സരിക്കുന്നവർ. Praise the Lord. Hallelujah. Like a father, with my love, with my passion, I bring them up. But they are the greatest rebellion group in the world. ഇന്ന് നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ പോലെ അനുസരണം കെട്ടവരെ എവിടെയും കാണാനുണ്ടോ? സ്തോത്രം. ഈ പ്രാർത്ഥിക്കാത്തവർക്ക് ദൈവ ഭയങ്ങളുണ്ട്. പക്ഷേ ഈ റിവൈവൽ ഗ്രൂപ്പിന് ദൈവ ഭയവുമില്ല. They don't have the fear of God. They are not ready to obey anything. Hallelujah. They are rebelling against God. അനുസരണം കെട്ടവരായി മാറി. Praise the Lord. This fasting, receive the power of willing spirit. Receive the power of obedience. Be a beloved son. എല്ലാം അനുസരിക്കുന്ന പിതാവിന്റെ ശബ്ദം, പിതാവിന്റെ ചലനം അവരുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിനായി യുവാസത്തിൽ നീ മാറണം. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വലിയ കംപ്ലൈന്റ് എന്താണ്? ഞാൻ ചിലരെ ഒത്തിരി അങ്ങ് സ്നേഹിച്ചു, അവരെന്നെ എന്ത് ചെയ്തു? സമയമായപ്പോൾ ചതിച്ചു. I loved many people. At the right time, they deceived me. They cheated me. നമ്മുടെ എല്ലാ ലൈഫിലും ഉണ്ട് എക്സ്പീരിയൻസ്. പക്ഷേ today God want to reveal the best enemy who is against you. നിനക്കെതിരെയുള്ള വലിയൊരു ശത്രുവിനെ ഇന്ന് രാത്രി നിന്നോട് പറയാൻ പോവുക. Why you are disobedient? Praise God. വായിക്കാം യാക്കോബിന്റെ ലേഖനം, ജെയിംസ് chapter 1, 21 to 22. 21 and 22. James 1, 21 and 22. Receive the word. വചനം കൈക്കൊള്ളുക. എന്നിട്ട് എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി. Praise the Lord. Therefore put away all filthiness, rampant wickedness, and receive with meekness an implanted word, which is able to save your souls. But be doers of the word and not hearers, only deceiving yourself. Deceiving yourself. വചനം കേൾക്കും, അനുസരിക്കുക. നിന്റെ ഒന്നാമത്തെ ശത്രു ആരാ? നീ നിന്നെ തന്നെ ചതിക്കുക.
You are deceiving yourself. You are deceiving yourself. Because you're listening to the word of God, you are not ready to obey the word of God. വചനം കേൾക്കുവാൻ തയ്യാറാണ്, പക്ഷേ വചനം അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് നിന്നെ പോലെ ചതിയനെ, ഒരു ചതിക്കുന്നവളെ ലോകം കണ്ടിട്ടില്ല. സ്തോത്രം. Praise God. Praise God. കേൾക്കുന്നവരായിട്ട് കേട്ടിട്ട് പോവുക, എന്നിട്ട് ചെയ്യാത്തവരായിരിക്കുക. You are the number one deceiver. You are number one cheater. നിന്നെ പോലെ വേറൊരു ചതിക്കുന്ന വ്യക്തി ഭൂമിയിലില്ല. Praise the Lord. Hallelujah. Hallelujah. Tonight, your Father is ready to give you the power, the spirit of obedience in you. ആ അനുസരിക്കുന്ന ആത്മാവിനെ നിന്റെ മേൽ പകരാൻ പിതാവ് ആഗ്രഹിക്കുക. I mean, the willing spirit. The willing spirit. Tonight, Lord is going to provide you. Hallelujah. രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയണം. He was loving me like a father. മക്കളെ പോലെ എൻ്റെ അപ്പനെ വളർത്തിയത. സ്തോത്രം. അതുകൂടാതെ തന്റെ ഇഷ്ടം വചനത്തിലൂടെ എന്നെ അറിയിച്ചതാ. സ്തോത്രം. He has revealed his will through the word of God. Amen. Amen. And tonight, he is ready to provide the spirit of obedience. ഇന്ന് രാത്രി അനുസരണത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Why? What is the connection between obedience and Holy Spirit? Is there any connection between obedience and Holy Spirit? അനുസരണവും പരിശുദ്ധാത്മാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ ആക്ട്സ് ചാപ്റ്റർ 5:32, 5-ാം അധ്യായം 32-ാം വാക്യം. ആക്ട്സ് 5:32. ഞങ്ങളും സാക്ഷികൾ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. And we are witnesses to these things, and so is the Holy Spirit, whom God has given to those who obey him. Those who obey him, God will provide his own spirit upon them. അനുസരിച്ചാൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അനുസരിച്ചാൽ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും പാസ്റ്റർ വന്നിങ്ങനെ കുലുക്കി തരുന്നതല്ല പരിശുദ്ധാത്മ. ഇത് മരം ഒന്നല്ല കുലുക്കി മാങ്ങ പറിച്ചാണ്. Amen. If you obey, even you are sitting alone at home, he will provide his spirit. നമുക്കിപ്പം ഞങ്ങൾ പ്രൊക്യൂർമെന്റ് ചെയ്യാറുണ്ട്. Maybe we are procuring from China. There will be a local agent in Kuwait. But for heaven, there is no local agent. Direct procurement. സ്തോത്രം. God will provide. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകും. Who will provide? God will provide. God will provide his spirit. Amen. So what's the obstacle for a steady spiritual life? I am not holding spirit of obedience. അനുസരണത്തിന്റെ ആത്മാവ് നമ്മുടെ മേലില്ല. നോക്കിക്കേ, നമ്മുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊച്ചു കുഞ്ഞായി ജനിച്ച് നമ്മൾ താലോലിച്ച് വളർത്തി അങ്ങോട്ട് 2 കാലം നിന്ന് കഴിയുമ്പോൾ അവരിൽ ആദ്യം വെളിപ്പെടുന്ന സ്വഭാവം എന്തുവാ? അനുസരണക്കേട. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഇല്ല. We never teach them to be disobedient. They will born, it is very cute and sweet. They will grow after some time. The first thing that happens in child is disobedience. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ എന്ത് പറ? അവൻ അങ്ങോട്ട് പോകും. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടുക. I want to introduce a so-called spiritual man tonight through the word of God. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിന്റെ 1 and 2 വായി. ആക്ട്സ് ചാപ്റ്റർ 10, 1 and 2. കൊർന്നേലിയോസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. Centurion named Cornelius. അവൻ
അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. Cornelius. Caesarea, there was a man named Cornelius, centurion of what was known as the Italian cohort, a devout man who feared ദൈവഭക്തനായിരുന്നു. a devout man who feared God with all his ദൈവഭയമുള്ളവനായിരുന്നു. He having a fear of God. അടുത്തത് thought his household. അവൻ മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവൻ എന്തായിരുന്നു? ദൈവഭയമുള്ളവനായിരുന്നു. Generously to the He was a man of charity. എല്ലാവർക്കും ദാനങ്ങളെ കൊടുക്കുമായിരുന്നു. prayed continually to God. പ്രാർത്ഥന അനുഭവമുള്ള മനുഷ്യനായിരുന്നു. പ്രാർത്ഥന അനുഭവമുള്ള he was a praying man. He was having a man, a spiritual, so-called spiritual man with having a steady prayer life. അവിടെ കൂടെ തീരുന്നില്ല. സ്തോത്രം. അതിന്റെ തേർഡ് ഒന്ന് വായിച്ച്. He saw clearly in a vision. The angel of God came in and said, You are having heavenly visions. സ്വർഗീയ ദർശനമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊർന്നലിയോസ് ഭക്തനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു, പ്രാർത്ഥനയുള്ളവനായിരുന്നു, അവൻ പാവങ്ങളെ സഹായിക്കുന്നവനായിരുന്നു, സ്വർഗീയ ദർശനങ്ങൾ പ്രാപിക്കുന്നവനായിരുന്നു. This is more than enough for a spiritual man. നമ്മൾ സുവിശേഷം, when we convey the gospel, what are the questions they are telling us? ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. We are also praying family. Praise God. We are doing many charities. We are helping the poor. We go to church. We are having the fear of God. Thank you very much. And sometimes we are getting heavenly visions. Then why you came to my house to share the gospel? We are also spiritual people. ഞങ്ങളും ആത്മീയരാ. Praise the Lord. If he is a spiritual man, why it was written in the word of God about Cornelius? God revealed to him, you think you are a spiritual man. The society is telling you are a spiritual man. Everyone is telling Cornelius is a spiritual man. But I want to tell you, you are not holding a steady spiritual life. Stop. Hallelujah. And അഞ്ചാം വാക്യം എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. You are a centurion. നീ ശതാധിപനാണ്. നീ അവൻ നിന്നെ രക്ഷപ്പെടുത്തുവാൻ നീ ഒരു മുക്കുവനെ വിളിച്ചേ മതിയാകുള്ളൂ. സ്തോത്രം. Even you are holding a great position here in your life. You are a wealthy man. You have to call a bitter man for your salvation. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ വിളിക്കാൻ പറഞ്ഞു. Call Peter. ദൈവത്തിന് സ്തോത്രം. പീറ്റർ വന്നു. മതി പീറ്റർ വന്നു. എന്നിട്ട് അതിന്റെ 33 വായിച്ചേ. He came to house of Cornelius. Now Cornelius is telling to Peter, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, റീഡ്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. Cornelius is saying that even the society is saying I am a spiritual man. Even my family is saying I am a spiritual man. God revealed to me I am not a perfect spiritual man. To make me a perfect spiritual man, Peter, I am waiting for you to receive the word of God. നിന്റെ അകത്തിൽ നിന്ന് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു.
Praise the Lord. Hallelujah. അതിന്റെ 34 എന്ന് വായിച്ചേ. 34 ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി Peter started explaining God accept everyone who comes nearer to him. God will accept everyone who comes near to him. But Cornelius, God want to tell you a message. Can you read 38? പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും Mali. English. How God anointed Christ. The Holy Spirit. Holy Spirit. Charity. But I want to tell you, Christ received, you have not received. ക്രിസ്തു പ്രാപിച്ച അഭിഷേകം നിന്റെ മേലില്ല. Praise God. Praise God. Hallelujah. Cornelius accepted that. And 44 ഇങ്ങനെ വായിക്കുന്നു, ഈ വാക്കുകളെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. While Peter was still saying these things, the Holy Spirit fell on all who heard the word. പരിശുദ്ധാത്മാവ് വന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അനുസരിപ്പാൻ മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ വന്നു. അവന്റെ മേൽ പരിശുദ്ധാത്മാവ്. Praise God. വചനം കേട്ടപ്പോൾ Cornelius was hearing the word of God many times. That time he was not having a mind of obedience. അനുസരിപ്പാൻ മനസ്സുള്ളവനായിരുന്നില്ല. എന്നാൽ അനുസരിപ്പാൻ തീരുമാനത്തോടെ വചനം കേട്ടപ്പോൾ, the moment he took a decision to obey, and when he listened the word of God, Holy Spirit came upon him. Praise God. Hallelujah. ചർച്ചിൽ വരുന്നെങ്കിൽ വചനം അനുസരിക്കുമെന്നുള്ള മനസ്സോടെ വരണം. വചനം വായിക്കുന്നെങ്കിൽ വചനം അനുസരിക്കുന്നുള്ള മനസ്സോടെ വായിക്കണം. They're coming to church just to listen to the word of God. You will not live a spiritual life. The Lord Holy Spirit. Praise the Lord. Praise the Lord. ചിലർ 21 ഉപവസിച്ചാൽ ഇത് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. സമരം ചെയ്ത് വാങ്ങാനുള്ളതല്ല ഇത്. പത്രോസ് പറഞ്ഞെന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ആക്ട്സ് ചാപ്റ്റർ 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം, Holy Spirit is a gift of God. തന്നേതീരില്ല, സമരമില്ല ഹോളി സ്പിരിറ്റിന്. It is a gift of God for his child. തന്റെ മകനുള്ള മകൾക്കുള്ള സമ്മാനം പരിശുദ്ധാത്മാവ്. How will you receive it? The moment you hear the word of God, you took a decision. I will obey all his commandments. അപ്പോൾ പരിശുദ്ധാത്മാവ് വരും. Praise the Lord. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ AC ഓൺ ആകണമെങ്കിൽ സ്വിച്ചും AC-യുടെ കണക്ഷൻ തമ്മിൽ എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. സ്വിച്ച് കൊണ്ട് AC കൊണ്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് നടക്കുന്നില്ല? ഫങ്ഷനിങ് ഇല്ല. സ്തോത്രം. That power is not transferring from the switch to that equipment.
കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ് കണക്ഷൻ? I will obey the word of God. The equipment will start functioning. The power will be transferred from the sender to that equipment. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. വചനം അനുസരിച്ചു. ഞാൻ റിയലി ഐ ഹാവ് എ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ഒബേ ഗോഡ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആക്ട്സ് ചാപ്റ്റർ 4 30-31 വേദന വായിച്ച സമയമായി. അപ്പോസ്തലർ 4-30-31 വാക്യങ്ങൾ. നിന്റെ കൈ നീട്ടുന്നതിനാലും ആ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിക്കുന്ന നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിട്ടുള്ള സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Hallelujah. See, Lord, give the grace to receive word of God and to preach the word of God. അല്ലേ? നിന്റെ ദാസന്മാർക്ക് ഇതിന്റെ വചനം ആരെങ്കിലും വാക്കിയില്ലേ? പൂർണ്ണ ധൈര്യത്തോടെ ചെയ്യണം. We want to preach the word of God. I received it. I obey the word of God and I want to preach the word of God. സ്തോത്രം. ആ ഡിസിഷൻ വന്നപ്പോൾ എന്ത് വന്നു? ഹോളി സ്പിരിറ്റ് വന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി Psalm 51:13 പോയി. നമ്മൾ 51:12 വായിച്ചു, 13 ഒന്ന് വായിച്ചേ. എപ്പോഴാണ് when I receive the word of God, when I obey the word of God, Holy Spirit, I will teach the people, I will preach to the people, and many will be converted to him. അങ്ങനല്ലേ? പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. സ്തോത്രം. നീ വചനം അനുസരിക്കുന്നവനാണ്ട് അടയാളം എന്തെന്നറിയാമോ? അനുസരിക്കുന്നവൻ ആമേൻ ദൈവത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. 3 things to know about a spiritual man. നേരത്തെ പറഞ്ഞുള്ള ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. First thing, a spiritual man will talk to God. That is called prayer. The spiritual man will talk to God. Second level is God will talk to spiritual man. നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാം ഘട്ടം ദൈവം അവനോട് സംസാരിക്കുന്നു. The third level is the spiritual man will start talking for God. He is talking to God, God is talking to him, and he start talking for God. ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം അവനോട് സംസാരിക്കുന്നു, അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു. സ്തോത്രം. That is the power of willing, Holy Spirit of obedience. ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കണ്ണടച്ച് ബ്ലൈൻഡായി, പിതാവേ നിന്റെ വചനം ഞാൻ അനുസരിക്കാം. അപ്പനെ നോക്കുകയില്ല, അമ്മയെ നോക്കുകയില്ല, ഭർത്താവിനെ നോക്കുകയില്ല, മക്കളെ നോക്കുകയില്ല. I will obey the word of God. സ്തോത്രം. You will be filled with the Holy Spirit. You will live a steady spiritual life. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം.